സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ എല്ലാവരും ഒരുമിച്ച് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുകയാണ്. ആ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഏറ്റവും നല്ല ഭാഗ്യമുള്ളവനാരെന്നറിയുമോ? അല്ലാഹു മക്കളെ കൊടുത്തവരാണ് സ്വഹാബാ. അപ്പൊ മക്കളില്ലാത്തവര് ഭാഗ്യമില്ലാത്തവരെന്നല്ല, മക്കളില്ലാത്തവര് ഭാഗ്യമില്ലാത്തവരെന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവരെ സന്തോഷിപ്പിക്കുമല്ലോ. ദുനിയാവിന്റെ പുറത്ത് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് പരിചയമുള്ളവരിൽ എത്ര ആളുകൾക്ക് മക്കളില്ലാത്തവരുണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ ചെറുപ്പക്കാരാ, സങ്കടപ്പെടണ്ട. നാളെ പടച്ച തമ്പുരാൻ അതിന് പകരം സന്തോഷം തരുമല്ലോ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, ഈ പവിത്രമായ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ ഇരിക്കുന്നവരില് മക്കളുമായിട്ട് പടച്ചവന്റെ പള്ളിയിൽ വന്നവരാരാ? ഇവിടെ ഒരുമിച്ച് കൂടിയവരാരാ? സ്വഹാബത്ത് പറയാട്, യാ റസൂലല്ലാഹ്, ഞങ്ങള് മക്കളും ഒത്തുകൊണ്ട് വന്നവരാ നബിയേ, ഞങ്ങളുടെ മക്കളെ കൂടെ വന്നവരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉടൻ തന്നെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷമായി തന്നതാ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ. ആ മക്കളെ നല്ലതുപോലെ പൊന്നുപോലെ നോക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങൾ പറയാണ്, സ്വഹാബത്തെ, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മക്കൾക്ക് നല്ല പേര് കൊടുക്കാത്ത ഉമ്മ കടന്നു വരികയാ, മക്കൾക്ക് നല്ല പേര് വെക്കാത്ത ബാപ്പ കടന്നു വരികയാ, മക്കളെ നല്ലതുപോലെ വേണ്ടുന്ന കോലത്തില് ദീനിന്റെ വഴികളിലൂടെ കൊണ്ടുപോകാത്ത മാതാപിതാക്കൾ കടന്നു വരുന്ന കാലഘട്ടമോ. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാ നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മ, എന്റെ വാപ്പമാരെ, നമുക്കൊരു വിചാരമുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, നമ്മൾ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, നമ്മൾ സ്വതക്ക ചെയ്യുന്നുണ്ടല്ലോ, പള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, മദ്രസക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ദീനീപരമായ എല്ലാ കാര്യത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് സ്വർഗമുറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സുകൊണ്ട് ആശ്വാസത്തോടെ കടന്നിരിക്കുന്ന എന്റെ ഉപ്പ, അല്ലാഹുവിന്റെ ഖുർആനില് അല്ലാഹു പറഞ്ഞ വാക്കറിയോ? അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد. പടച്ചവന്റെ ഖുർആനിന്റെ ഈ ആയത്ത് 10 ദിവസം നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ഉപ്പമാരെ വേണമെങ്കിൽ മറ്റുള്ള ചരിത്രങ്ങൾ പറയാ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ചരിത്രം ഒരു ദിവസം പറയാ, പിറ്റേ ദിവസം വേറെ ഒരു പ്രവാചകന്റെ ചരിത്രം പറയാ. പക്ഷേ നമുക്കിവിടെ പഠിക്കാൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ ദീനിന്റെ വഴികളിലൂടെ മക്കളെ നമ്മളെ കടത്തിവിട്ടിട്ടുണ്ടോ? അല്ലാഹ് പറയാനു, അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തമായി നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കുക. നിങ്ങളെ ചിലവിന് കൊടുക്കുന്ന നിങ്ങളുടെ അരുമ മക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെയും നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വാപ്പ നിസ്കരിച്ചാ പറ്റൂല, വാപ്പ പള്ളിയിൽ പോയാ പറ്റൂല, വാപ്പ ഖുർആൻ ഓതിയാ മാത്രം പറ്റൂല, വാപ്പ മാത്രം നന്മകൾ ചെയ്താ പറ്റൂല, ഉമ്മ മാത്രം സൂറത്തുൽ വാഖിയ ഓതിയാ പറ്റൂല, ഉമ്മ മാത്രം അവിടെ നിസ്കരിച്ചാ പറ്റൂല. നാളെ പടച്ചവന്റെ നരകത്തിലേക്ക് ഈ ഉമ്മയും ബാപ്പയും കടന്നു പോകുന്ന ഒരു സമയമുണ്ടല്ലോ. എന്റെ വാപ്പമാരെ, എന്റെ ഉമ്മമാരെ, ഇന്നിവിടം കിൽത്താം ദീപം മാത്രമല്ല, നമ്മുടെ നാടിന്റെ നാനാഭാഗത്തുള്ള ഉമ്മമാര് നമ്മുടെ മക്കളെ
മക്കളെ കരയിൽ പറഞ്ഞു വിട്ട് പഠിപ്പിക്കാറുണ്ടല്ലോ. അവർക്ക് LLBക്ക് വേണ്ടിയിട്ട് വിടാറുണ്ടല്ലോ, BComന് വേണ്ടിയിട്ട് വിടാറുണ്ടല്ലോ. അതുപോലെ പല പല വിഷയങ്ങൾ പഠിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു വിടാറുണ്ടല്ലോ. അപ്പോഴെല്ലാം നമ്മൾ പറയുന്ന ഒരേ ഒരു വാക്കേതെന്നറിയോ? നല്ലപോലെ പഠിക്കണേ മക്കളെ, നല്ലതുപോലെ പഠിക്കണേ മക്കളെ, നല്ല മാർക്ക് മേടിക്കണം മക്കളെ, എങ്കിലേ നമുക്കിവിടെ വിജയമുള്ളൂ എന്ന് പറയുമ്പോ, അങ്ങനെ പറയുന്ന എന്റെ ഉമ്മയോട് എന്റെ വാപ്പയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളിൽ എത്ര ഉമ്മമാര് പറയുന്നു, മോനെ നീ എവിടെയായിരുന്നാലോ പടച്ചവരെ ഓർക്കാതെ കഴിയല്ലേ പൊന്നുമോനെ, നിസ്കാരം മറക്കല്ലേ പൊന്നുമോനെ, ഇബാദത്ത് മറക്കല്ലേ പൊന്നുമോനെ, ഖുർആൻ ഓതൽ മറക്കല്ലേ പൊന്നുമോനെ. നമ്മളിൽ എത്ര ഉമ്മയാ പറയുന്നത്, അവർക്ക് ഭക്ഷണം കൊടുത്താ മാത്രം പോരാ, ഈ മക്കൾക്ക് വേണ്ടിയിട്ട് 5 ലക്ഷവും 6 ലക്ഷവും 7 ലക്ഷവും ഒക്കെ കെട്ടിവെച്ചിട്ട് ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിടുമ്പോ, മക്കളെ ഭൗതികം പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഭൗതികം കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വഴികളിലൂടെ നമ്മുടെ അരുമ മക്കളെ നമ്മൾ പറഞ്ഞു വിടുമ്പോ, അവർക്ക് ദീനീ ചൈതന്യം കൂടെ കൊടുത്തില്ലെങ്കിൽ നാളെ പടച്ചവന്റെ മഹ്ശറയില് ഈ ഉമ്മ കടന്നു വരികയാണ്. ബാപ്പക്ക് നിസ്കാരത്തഴമ്പുണ്ട്, ഉമ്മക്ക് നിസ്കാരത്തഴമ്പുണ്ട്, രണ്ടുപേരും ഇബാദത്ത് ചെയ്തവരാണ്. പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ച നിങ്ങളുടെ മക്കള് ചോദിക്കുന്നു, അല്ലാഹ് ഇവരെ എവിടേക്കാ റബ്ബേ പറഞ്ഞു വിടുന്നത്, എവിടത്തേക്കാണ് പടച്ചവനെ പറഞ്ഞു വിടുന്നത്? ആ സമയത്ത് അവിടുന്ന് മക്കളോടല്ല പറയാ, അവര് സ്വർഗത്തിലേക്കാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് റബ്ബ് പറയുന്ന അള്ളാനോട് മക്കള് പറയാ, പറ്റൂല റബ്ബേ, അവരെ എങ്ങനെ പറഞ്ഞു വിടാൻ പറ്റൂല. കാരണം ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞില്ല, ഞങ്ങളോട് ഖുർആൻ ഓതാൻ പറഞ്ഞില്ല, ഞങ്ങളോട് നന്മയുടെ വഴികളിലൂടെ കടന്നു വരാ. ഈ തൊപ്പി വെച്ചു പോയ, താടി വെച്ചു പോയ, നിസ്കാരത്തഴമ്പുള്ള ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല റബ്ബേ. അതുകൊണ്ട് പടച്ചവനെ ഇവർ വന്ന് കിടത്തിത്താ റബ്ബേ. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ, പടച്ചവനെ ഞങ്ങളെ പിഴപ്പിച്ചത് ബാപ്പയാ റബ്ബേ, ഞങ്ങളുടെ ഉമ്മയാ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന എന്റെ പൊന്നുപെങ്ങള് വീടിന്റെ കത്തട്ടില് 16 വയസ്സുള്ള 17 വയസ്സുള്ള 18 വയസ്സുള്ള മക്കള് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലുണ്ട്, പെൺമക്കള് വീട്ടിന്റെ ഉള്ളിലുണ്ട്. എന്റെ പൊന്നുമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര ഉമ്മമാര് ഇന്ന് നേരം വെളുത്തിട്ട് മോളെ ളുഹറിന്റെ സമയമായി മോളെ നിസ്കരിച്ചോ നീ എന്ന് ചോദിച്ച് എത്ര ഉമ്മമാരുണ്ട്? ആൺമക്കളോട് എടാ കറങ്ങി നടക്കുന്നത് കൊള്ളാ, നീ ളുഹർ നിസ്കരിച്ചവനാണോ ഇശാ നിസ്കരിച്ചവനാണോ എന്നവിടുന്ന് എത്ര വാപ്പമാര് മക്കളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോ എന്തിനാണ് ദാരിമി ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നതെന്ന്? എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചത്? എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിക്കുകയാ. എന്റെ പൊന്നുപ്പ, നാളെ നമുക്ക് ഇതേ മക്കള് തന്നെ സ്നേഹം കൊടുത്ത്, വാത്സല്യം കൊടുത്ത്, സന്തോഷം കൊടുത്ത് പോറ്റി വളർത്തിയ മക്കള് തന്നെ പറയാ, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ, ഞങ്ങളെ പിഴപ്പിച്ചവരാ റബ്ബേ, അവരെ വിടല്ല റബ്ബേ, മലത്തിക്കിടത്തു റബ്ബേ, അവരുടെ പുറത്തൊന്ന് കയറി നിന്നിട്ട് ഞങ്ങളെ ചവിട്ടട്ടെ റബ്ബേ. കേൾക്കുമ്പോ അടിപൊളി നല്ല വാഴലെന്ന് പറയാനല്ല, നമ്മളിവിടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തും കൊടുക്കും അല്ലേ? സ്വർണം മുഴുവനും വിറ്റിട്ട് മക്കളെ പഠിപ്പിക്കും, ശരിയാ. വാപ്പമാരുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് മുഴുവനും കൊടുത്തിട്ട് മക്കളെ പഠിപ്പിച്ചു. എന്തിന്? നമ്മൾ കഴിഞ്ഞു പോയാലും ഈ ഭൗതികമായ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾ നേടിയെടുത്താൽ അവർക്ക് ജീവിക്കാമല്ലോ. ശരിയാണ്, അവർക്ക് ജീവിക്കാം, അവർക്ക് ജീവിക്കാം. എവിടെ? ഇവിടെ ജീവിക്കാം അല്ലേ? ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. ഭൗതികമായ
സുഗമമായ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ രക്ഷിതാവിനും നിർബന്ധമുണ്ട് ആ മക്കളെ നിസ്കരിക്കാൻ പറയലേ. ഇല്ലേ? വിളിക്കുമ്പോ ചോദിക്കണം, മോളെ നിസ്കരിച്ചിട്ടുണ്ടോ? അതൊരു വാപ്പയുടെ കടമ. ഉമ്മയുടെ കടമ ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി എത്ര നിസ്കാരക്കുപ്പായിട്ട് വീട്ടിയിരുന്നാലും നാളെ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞിരിക്കണ്ട. ഈ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ അതൊരു ബാപ്പയുടെ, ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ അള്ളാന്റെ ഹബീബിന്റെ ഹദീസുകളിലൂടെ ഞാൻ നിങ്ങൾക്കതിനെ വ്യക്തമാക്കി തരാം. ഇല്ലേ? ചിന്തിച്ചു നോക്കി, നിങ്ങൾ സ്വന്തമായി ഒന്ന് ചിന്തിക്ക്. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന് ഒരു അർത്ഥമുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാനി അർ റഹീം രണ്ടും രണ്ട് വാക്കാണ്. അർ റഹ്മാൻ ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നന്നായി മനസ്സിലാകും. നിങ്ങൾ നിസ്കരിച്ചാലും ഭക്ഷണം തരും, നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം തരും. നോമ്പ് നോറ്റാലും ഭക്ഷണം തരും, നോമ്പ് നോറ്റില്ലെങ്കിലും ഭക്ഷണം തരും. അതുപോലെ എല്ലാ സമ്പത്തും നിങ്ങൾക്ക് അല്ലാഹു തആല തരും. അതാണ് അർ റഹ്മാൻ. അർ റഹീം ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം, ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുന്ന അല്ലാഹ്. അപ്പൊ രണ്ടും രണ്ടാണ്. അപ്പൊ ഈ രണ്ടും വേണോ? ഈ മക്കളോട്, ഈ മക്കളെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിക്കണം. നന്മയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നമ്മൾ കൊണ്ടുവരണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കാണ്. പടച്ച തമ്പുരാൻ നമുക്ക് മക്കളെ തന്ന നിഅമത്തായിട്ടാണല്ലോ. മക്കൾക്ക് ബാപ്പയിൽ നിന്നു ഹക്കുകളുണ്ട്, അത് വാജിബും സുന്നത്തുമായതുമുണ്ട്. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കുന്നതാ, അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. ഖുർആൻ ശരീഫ് അത് നോക്കിയാൽ കാണുന്നതാ, അല്ലാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ. മകനുള്ള മരണം കേട്ടുലുക്കുമാ ഉടനടി, എനിക്കുള്ള കരളും പൊട്ടിയെന്നാ മറുപടി. അവരില്ല എങ്കിൽ അന്നു നീ സായാഹന, നിദീനനായാൽ തന്നെയും ബലഹീനനാ. മക്കളെന്ന് പറഞ്ഞ അള്ളാഹു നമുക്ക് തരുന്ന ഹിബത്തുകളാണ്, സമ്മാനങ്ങളാണ്. അള്ളാഹു ഈ സദസ്സിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ ഉണ്ട്, എനിക്ക് തന്നെ അറിയാം പലരെയും. അള്ളാഹു അവർക്ക് സ്വാലിഹീങ്ങളായ സ്വാലിഹത്തുക്കളായ മക്കളെ കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞ്. അള്ളാഹു നല്ല മക്കളെ കൊടുക്കട്ടെ. നിങ്ങളുടെ ആമീൻ കിട്ടുമ്പോഴാണ് അവർക്ക് അള്ളാഹു ചിലപ്പോൾ ഈ സദസ്സിന്റെ വറക്കത്തൊന്ന് കൊടുത്താലോ. അള്ളാഹു അങ്ങനെയുള്ളവർ ഈ മജ്ലിസിലുണ്ടെങ്കിൽ ആണും പെണ്ണുമായ മക്കളെ അള്ളാഹു തല കൊടുക്കട്ടെ. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നല്ലതുപോലെ കേട്ട ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകും. അപ്പൊ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ ഹബീബായ അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, മക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്പക്കു മക്കളോട് കടപ്പാടുകളുണ്ട്, ഉമ്മാക്കു മക്കളോട് വാജിബും സുന്നത്തുമായ കടപ്പാടുകളുണ്ട്. നിങ്ങൾക്കറിയുമോ, ഒന്നാമതായിട്ട് അവിടുന്ന് പറയാ, മക്കൾക്ക് നല്ല പേര് വെക്കല. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോടരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോ ഒരു മകന്റെ കൈ പിടിച്ചിട്ട് വാപ്പ വരുന്നുണ്ട്. വാപ്പ വന്നിട്ട് പറയാണ്, ഇന്ന ബിനി ഹാദ യഅഖുനി, എന്റെ മകൻ എന്നെ അടിക്കുന്നുണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ്, ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ മകന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അമാ തഖാഫുല്ലാഹ് ഹുഖൂഖ വാലിദക,
മോനെ നിന്റെ ബാപ്പയുടെ പേരില് ആ ബാപ്പയെ ഉപദ്രവിച്ചു കഴിഞ്ഞ, ആ ബാപ്പയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ, ആ ബാപ്പയെ ആക്ഷേപിച്ചു കഴിഞ്ഞ പൊന്നു മോനെ ആ വിഷയത്തിൽ നീ പടച്ചവനെ പേടിക്കുന്നില്ലേ? അമാ പൊന്നു മോൻ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? ഉടൻ തന്നെ വിടന്ന് പറയാണ് ഫഇന്ന മിൻ ഹഖിൽ വാലിദി കദാ, മോനെ ബാപ്പയോട് നിനക്ക് ഇന്ന കടപ്പാടുകളുണ്ട്, ഇന്നതുപോലെ ബാപ്പയോട് സ്നേഹത്തോടെ പെരുമാറണമല്ലോ, ബാപ്പയോട് സന്തോഷത്തോടെ വരണമല്ലോ എന്ന് പറയുമ്പോ വിളവ് പിടിച്ച മകന് തിരിച്ചൊരു ചോദ്യമാണ്, യാ അമീറൽ മുഅ്മിനീൻ അല്ല ഉമർ ഇബ്നുൽ ഖത്താബ്, ബാപ്പയോട് ഉമ്മയോട് അവിടുന്ന് മക്കൾക്ക് കടപ്പാടുകളുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞല്ലോ, എന്നാൽ ഈ ബാപ്പാക്കും ഉമ്മാക്കും മക്കളോട് കടപ്പാടുകളില്ലേ? ഉടൻ തന്നെ അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞ ശരിയാണ്, സുബ്ഹാനല്ലാഹ്. എന്നാൽ അവിടുന്ന് ഒന്നാമത്തെ കടപ്പാട് പറഞ്ഞു കൊടുക്കുകയാണ്, ബാപ്പക്കു മക്കളോടുള്ള ഒന്നാമത്തെ കടപ്പാട് പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യസ്തൻഖിബ ഉമ്മാ ويحسن اسما ويعلمه القرآن. ബാപ്പയുടെ കടപ്പാട് മക്കളോട്, ബാപ്പക്കുള്ള കടപ്പാട് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞല്ലോ. ഒന്നാമത്തെ കടപ്പാട് ഏതെന്നറിയോ? അയ്യസ്തൻഖിബ ഉമ്മാ, അതെവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നറിയോ? അയ്യസ്തൻഖിബ ഉമ്മാ, ഒന്നാമതായിട്ട് വിവാഹത്തിന്റെ സമയം മുതലേ അവിടെ നിന്ന് ആരംഭിക്കേണ്ടുന്നതാണ്. നല്ല സ്വാലിഹത്തായ സൗന്ദര്യം നോക്കാതെ ഇബാദത്ത് ചെയ്യുന്ന പെണ്ണിനെ ആരാണോ കല്യാണം കഴിക്കുന്നത് അതൊരു ബാപ്പയുടെ കടമയാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചില മക്കൾ അങ്ങനെയാണ്, വിളവ് പിടിച്ച മക്കളാണ്, അങ്ങനെ ഉണ്ടാവും. ഇവിടുത്തെ മക്കളൊക്കെ നല്ല മക്കളാ, നാളെ നമുക്ക് ഇതിലെ കൂടെ കിടക്കിടയ്ക്ക് പോകണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരട്ടെ, ഇല്ലേ? പണ്ടൊരു ഉസ്താദ് വാള് പറഞ്ഞപ്പോഴത്തേനെ ആ കൂട്ടത്തിൽ പറഞ്ഞുടാ, നാളെ സ്വർഗത്തിൽ ഒരു പുരുഷനിക്ക് ഇത്രയും ഭാര്യമാരുണ്ട് എന്നൊരു എണ്ണം വെച്ച് പറഞ്ഞു. വാതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരുത്തരുന്ന് അപ്പുറത്തോന്നത്തെ പറയടാ അളിയ, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചാ പോരേ. മനസ്സിലായ? നമ്മുടെ മക്കള് നമ്മളെക്കാരും വളവാൻ. ഒരു ബാപ്പ ആദ്യം ചെയ്യേണ്ടുന്നത്, ബാപ്പ എന്ന് പറഞ്ഞാല് വാപ്പയാകാൻ പോകുന്ന ആള്, അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ ഒന്നാമത്തെ ക്വാളിറ്റി അയ്യസ്തൻഖിബ ഉമ്മ, നല്ല പെണ്ണിനെ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോ മക്കളും ഭാര്യയ്ക്കായിട്ട് പോവല്ലേ, ഇനിയിപ്പോ അതങ്ങനെ തന്നെ അങ്ങോട്ട് പൊക്കോട്ടെ, ഇനിയിപ്പോ സെലക്ട് ചെയ്യാൻ പോണ്ട, ആ വിഷയമല്ല പറഞ്ഞേ. ഇനി വിവാഹം കഴിക്കണ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കേൾക്കണം, വിവാഹം കഴിക്കാതിരിക്കണ യുവാക്കൾ പ്രത്യേകിച്ചേക്ക ഒരു പുരുഷന്റെ കടമയാണ് യസ്തൻഖിബ ഉമ്മാ വയുഹ്സിനു സുമാ. എന്റെ വാപ്പമാര് മക്കൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പെണ്ണ്, ആ പെങ്ങൾ വീടിന്റെ ഉള്ളിൽ വന്ന കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് മുതൽ തന്നെ നിസ്കരിക്കുന്നവളാ, വീടിന്റെ അകത്തട്ടിൽ ഖുർആൻ ഓതുന്നവളാ, വീടിന്റെ അകത്തട്ടിൽ യാസീൻ ഓതുന്നവളാ. പടച്ചവനെ, രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ഭർത്താവിന് ദുആ ചെയ്യുന്ന പെണ്ണാട്. അങ്ങനെ ഉള്ളവര് പെണ്ണാണോ? അങ്ങനെ ഉള്ളവരെയാണ് വിവാഹം കഴിപ്പിച്ചു കൊണ്ടുവരാനുള്ളത്. അല്ലെങ്കിൽ കിൽത്താൻ ദ്വീപിന്റെ മണ്ണില് ഏറ്റവും നല്ല വീടേതാണോ അവിടെ നിന്ന് പെണ്ണ് കെട്ടാമെന്നല്ല, സ്വാലിഹത്തായ പെൺകുട്ടിയാണ് സെലക്ട് ചെയ്തുകൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ളത്. എന്തിനേറെ നമ്മൾ അവിടെ നിന്ന് പറയുന്നത് പോലെ ഉമ്മു റബീഅ റളിയല്ലാഹു തആല അൻഹാ, അവിടുന്ന് വീടിന്റെ അകത്തട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. ആ പെൺകുട്ടി കടന്നു വന്നു മകന്റെ കല്യാണത്തിന്റെ അന്ന് രാത്രിയില് അവിടുന്ന് വിവാഹം കഴിഞ്ഞു മണിയറയുടെ ഉള്ളില് അവിടുന്ന് കേൾക്കുന്നത് ഖുർആനാ, പടച്ചവന്റെ കലാമാ. അല്ലാഹുവേ, എപ്പോഴും നിസ്കരിക്കുന്ന പെണ്ണ്, എപ്പോഴും ഖുർആൻ ഓതുന്ന പെണ്ണ്, മൂത്തവരോട്
ബഹുമാനം കാണിക്കുന്ന പെണ്ണ്, അയൽവാസികളോട് ബഹുമാനം കാണിക്കുന്ന പെണ്ണ്, അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ മകനവിടുന്ന് വിവാഹം കഴിച്ച് വീട്ടിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, അവർക്ക് അല്ലാഹു ഒരു പൊന്നുമോളെ കൊടുക്കുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോളും വിവാഹപ്രായമെത്തുകയാ. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ആ പൊന്നുമോൾ ഒരു പുതുമാരന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോകുമ്പോ ആ വീടിന്റെ അകത്തട്ടിൽ ചെന്ന് കയറിയത് മുതൽ ആദ്യം കണ്ടവരോട് അസ്സലാമു അലൈക്കും എന്നാ പറഞ്ഞത്. അവിടെ പുഞ്ചിരിച്ചിട്ട് സലാം പറയുകയാ. വന്ന് കയറുന്ന വീട്ടിൽ വെറുതെ കയറിപ്പോയില്ല, അവിടെ നിന്നവരോട് സലാം പറയുന്നുണ്ട്. അല്ലാഹുവേ, നിറഞ്ഞ മനസ്സോടെ സലാം പറഞ്ഞ് കയറിയ പെണ്ണ് ഇതേപോലെ പടച്ചവന്റെ കലാമോദി, നല്ലതുപോലെ യാസീനോദി, അവിടുന്ന് സൂറത്തുൽ ഖുറൈശ് പാരായണം ചെയ്തു. അവർക്ക് അല്ലാഹുവിന്റെ സന്തോഷം ലഭിക്കുകയാണ്. പുതിയ അതാവിടുന്ന് പുതുമാരൻ ഈ പെണ്ണിനോട് ചോദിച്ചു, പൊന്നുമോളെ ഇതെവിടന്ന് കിട്ടിയതാ? ഉടൻ തന്നെ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചതാണ്, എന്റെ ഉമ്മാന്റെ അടുക്കൽ നിന്ന് പഠിച്ചതാണ്. എന്റെ ഉമ്മ ഖുർആൻ ഓതാതിരിക്കൂല, എന്റെ ഉമ്മ നിസ്കരിക്കാതെ ഇരിക്കൂല, എന്റെ ഉമ്മ ദിക്റുകൾ ചൊല്ലാതിരിക്കൂല. എന്റെ വാപ്പ സെലക്ട് ചെയ്തത് അത് ഏറ്റവും നല്ല സെലക്റ്റാ. ഒന്നാമത് സെലക്ട് ചെയ്യാനുള്ളത് നല്ല ഒരു പെൺകുട്ടിയാകണം, അല്ലേ? ഈ കുട്ടിയോട് ചോദിക്കാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള്, നല്ല ഉമ്മയാണോ സെലക്ട് ചെയ്തേ? വയുഹ്സിൻ ഇസ്മ, നല്ല പേരാണോ മോനിക്ക് വെച്ചത്? വയുഅല്ലിമുഹുൽ ഖുർആൻ, മോനെ നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ കുട്ടി എന്താ ചോദിച്ചേ? വാപ്പാനോട് കടപ്പാടുണ്ടെന്ന് പറഞ്ഞു. എന്നാ തങ്ങളെ വാപ്പക്ക് മക്കളോട് കടപ്പാടില്ലേ? ഒന്നു ചൊല്ലുന്നേ, കഥകളു കേട്ടു പോകുന്നേ, മനമോടൊത്തു ചെന്നവരിമ്പമോടെ ഒന്നു ചൊല്ലാമോ, മകനെ ഓർത്തു പറയാമോ? കൽബിലെ കനിയെ വാപ്പ തെരഞ്ഞതാമണിയെ, എന്തേ ചൊല്ലുവെന്നോ മാറുമാത് ചൊന്നുവിത്താരെ, മകനോടൊത്തു ചെന്നാരേ മകനുരത്തിടവേ ഇല്ല നല്ലതും അല്ലേ, വാപ്പ തെരഞ്ഞതും അത് മോശമാണ് എന്ന് ചൊന്നിടവേ, മോനോടൊത്തു ചേർന്നിടവേ. ഉടൻ തന്നെ മകനവിടന്ന് പറയുകയാണ്, മസ്തൻഖിബ ഉമ്മീ ഉമ്മിൽ ഇസ്തൻദിയാ, ഫവല്ലാഹി മുസ്തൻഖിബ ഉമ്മീ ഇല്ലാ സിന്ദിയാ. പടച്ച റബ്ബേ, എന്റെ വാപ്പ എനിക്ക് ഉമ്മയായി കൊണ്ടുവന്നത് ഒരു അടിമയായ ഒരു പെണ്ണിനെയാണ്. 400 ദിർഹമിന് അങ്ങാടിയിൽ നിന്ന് മേടിച്ച ഒരടിമ പെണ്ണിനെയാണ് എന്റെ വാപ്പ എനിക്ക് ഉമ്മയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാത്രവുമല്ല, വലാ അഹ്സന ഇസ്മീ, എനിക്കു നല്ല പേര് വെച്ചിട്ടില്ല. എന്റെ പേര് ജുഅലം എന്നാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മയും എന്റെ വാപ്പയും എനിക്ക് വെച്ചിട്ടുള്ളത്. വലാ അല്ലമനീ മിനൽ കിതാബില്ലാഹ്, എന്റെ വാപ്പയോ എന്റെ ഉമ്മയോ പടച്ചവന്റെ കലാമിൽ നിന്നൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. മകൻ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാ, എന്റെ ഉമ്മയും എന്റെ വാപ്പയും, എന്റെ വാപ്പ തെരഞ്ഞുകൊണ്ട് വന്നത് 400 ദിർഹം കൊടുത്ത് കിട്ടിയ ഒരു പെണ്ണിനെ, ഒരടിമ പെൺകുട്ടിയാണ് കൊണ്ടുവന്നത്. അതിലാണ് ഞാൻ ഉണ്ടായത്. നല്ലൊരു പെൺകുട്ടി എന്റെ വാപ്പ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ പരാതി. രണ്ടാമത്തെ പരാതി എന്താണ്? എനിക്ക് എന്റെ വാപ്പ വെച്ച പേര്, ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ള വിഷയങ്ങളാണ്. വാപ്പ വെച്ചിട്ടുള്ള പേര് ജുഅൽ എന്നാണ്. എന്താ ജുഅൽ എന്ന് പറഞ്ഞാൽ? കരുവണ്ട്. കുട്ടിക്ക് പേര് വെച്ചതാണ്. ജുഅൽ എന്ന് പറഞ്ഞാല് കരുവണ്ട് അല്ലേ? ചില മക്കൾക്കൊക്കെ ചില ഉമ്മയും ബാപ്പയും പേര് വെക്കണം എങ്ങനെയാണ്? ഉമ്മാന്റെ ആദ്യത്തെ അക്ഷരം,
അതുപോലെ തന്നെ വാപ്പാടെ അവസാനത്തെ അക്ഷരം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പൊന്നാര ഉമ്മമാരോടും വാപ്പമാരോടും പറയാൻ, ഈ ഗൂഗിളിലൊക്കെ കാണുന്ന പേരുണ്ടല്ലോ, നിങ്ങൾ അത് നോക്കി പേരിട്ടാൽ ഒരിക്കലും അർത്ഥാവൂല. ഗൂഗിളിന് കിട്ടാത്ത അർത്ഥമൊക്കെ എന്ത് ചെയ്യും? നല്ല പുഷ്പം, നല്ല മണമുള്ളത് എന്നൊക്കെ അർത്ഥം കൊടുക്കും. ഇത് അല്ലാഹ് പഠിച്ചോനെ, ഇതിനേക്കാൾ നല്ല അർത്ഥമുള്ള പേരിന് വേറെ ഇട്ടോ ഇല്ലേ? ഇല്ലേ? ഇന്നിപ്പോ അങ്ങനെയൊക്കെ. പണ്ടൊരാള് പേരിട്ടു മക്കൾക്ക്. എന്താത്? വാപ്പാന്റെ പേര് ബാസിത്ത്, ഉമ്മാന്റെ പേര് എന്താണ്? ആസൂറ. വാപ്പാടെ പേര് ബാസിത്തു, ഉമ്മാന്റെ പേര് ആസൂറയും. അപ്പൊ എന്ത് തീരുമാനിച്ചു? ആദ്യം വാപ്പാടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ബാസിത്തുള്ളതിന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? അപ്പോ ഉമ്മാക്കുള്ള പേരെന്താണ്? ആസൂറ എന്നാണ്. അപ്പൊ ഉമ്മാന്റെ പേരിന്റെ അവസാനം അപ്പൊ എന്തായി? ബാസൂർ എന്നായി. ഈ ബാസൂർ എന്ന് വെച്ചെന്നറിയോ? മൂലക്കുരു. എന്താണ്? അപ്പൊ എന്താക്കി? ഈ ബാസൂർ എന്നുള്ളതിന്റെ കൂട്ടത്തിൽ ഒന്ന് പൊലിപ്പിച്ചോട്ടെ എന്ന് വെച്ചിട്ട് മുഹമ്മദ് ഒന്നും കൂടെ കൂടി ചേർത്ത് കൊടുത്തു. അപ്പൊ എന്തായി? സ്തുതിക്കപ്പെട്ട മൂലക്കുരു എന്നായി. അത് ഞാൻ പറഞ്ഞ വെറുതെ അല്ല, ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് പേര് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ കുറെ മക്കളെ കാണുമ്പോഴൊക്കെ ഞാൻ അവരുടെ പേരുകൾ ചോദിക്കാറുണ്ട്. വെറുതെ എങ്കിലും വർഷത്തിന് ഇവിടുത്തെ മക്കളോടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഞാൻ പല പേരും ചോദിക്കാറുണ്ട്. അതിൽ ചിലത് എൻ്റെ കയ്യിൽ കിട്ടില്ല, സമ്മതിക്കണം. 3-4 പേര് അവർ മോനിക്കുള്ള അവിടെ. പടച്ചറപ്പില്ലാലപിനായ തമ്പുരാന് ഏതാ അറ്റൻഡൻസ് ബുക്കിലൊക്കെ ഉണ്ടാവുക? ഏതായാലും അൽഹംദുലില്ലാ നല്ല പേരുകളൊക്കെയാണ്. ഇന്നിപ്പോ ഏതെങ്കിലും ഒരാൾ ഉമറുൽ ഫാറൂഖ് എന്ന് വെക്കുമോ? അത് പണ്ടത്തെ കാലഘട്ടത്തിലുള്ള പേരല്ലേ? അല്ലെ? അതൊന്നും ഇപ്പൊ വെക്കാൻ പറ്റൂല. മോഡല് വേണം, മോഡല് അല്ലേ? മക്കൾക്ക് പേര് വെക്കുന്ന എങ്ങനെയാണോ ആ പേര് പോലെ ആ മക്കൾ ഉണ്ടാവുക. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കത്തട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ കടന്നു വരികയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, മോനെ നിന്റെ പേരെന്താ? ഉടൻ തന്നെ അവിടുന്ന് പറഞ്ഞു, അബ്ദുന്നാർ. നിന്റെ വീട്ടിന്റെ പേരെന്താണ്? ബൈത്തുന്നാർ. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഇതേപോലൊക്കെ തന്നെയായിരിക്കും നിന്റെ അവസാനം വരിക. ഉടൻ തന്നെ ചോദിച്ചു പോവുകയാണ്, അതെങ്ങനാ തങ്ങളെ? നിന്റെ പേര് അബ്ദുന്നാർ എന്നല്ലേ? നരകത്തിന്റെ അടിമയെന്നല്ലേ നിന്റെ പേര്? വീട്ടിന്റെ പേര് ബൈത്തുന്നാർ, തീ കൊണ്ടുള്ള വീടെന്നല്ലേ നിന്റെ വീടിന്റെ പേര്? അവസാനം ഈ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചെന്നറിയോ? ആ വീട് കത്തിയിട്ട് ആ വീടിന്റെ അകത്തട്ടിൽ കിടന്നിട്ടാണ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കുക, പ്രിയപ്പെട്ട മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരാണ് മക്കൾക്ക് ഇട്ട് കൊടുക്കേണ്ടുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ മക്കൾ അതുപോലെ വളർന്നു വരുമെന്നാണല്ലോ. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക അല്ലേ? മക്കളോട് നല്ല പേര്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ, ഇതൊക്കെ നിസാര പേരുകളല്ല. അലിയുൽ മുർത്തള ഇല്ലേ? അല്ലെങ്കിൽ ബദരീങ്ങളുടെ പേര്, ഫാത്തിമ ബീവിയുടെ പേര്, എന്റെ മൂത്ത മോന്റെ പേര് ഷമ്മാസ് അഹമ്മദ്. അപ്പൊ നബിതങ്ങളും വന്നു, ബദരീങ്ങളും വന്നു. രണ്ടാമത്തെ മോളെ പേര് അൽഹംദുലില്ലാ സഹറ ബത്തൂൽ. ഇതിനൊക്കെ അള്ളാന്റെ ഹബീബുമായൊരു ബന്ധം വേണം നമുക്ക്. പെൺമക്കളാണെങ്കിലും ബന്ധം ഉണ്ടാവണം, ആൺമക്കളാണെങ്കിലും ബന്ധം ഉണ്ടാവണം. എല്ലാത്തിനും അങ്ങനെ തന്നെ വേണം. എങ്കിലേ ആ മക്കൾ നല്ലവരായിട്ട് മാറുകയുള്ളൂ. പിന്നീട് അവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, നല്ല രീതിക്ക് പ്രിയപ്പെട്ട പുന്നാര മക്കള് അവരെ പഠിപ്പിച്ച അവർക്ക് നല്ല സന്തോഷമാ. ഇത് ഞാൻ നിർത്തി പറയണെന്തെന്നറിയോ? ഞാൻ വെടിയുണ്ട പോലെ വിട്ടുപോകാൻ എനിക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഉമ്മമാരെ എന്നും പറയുന്നത് പോലെ നല്ല ഒരു ഹദിയ ആ ബക്കറ്റിലേക്ക് നമ്മൾ നിക്ഷേപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കട്ടെ. അപ്പോ ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്താണ്? നല്ല പേര് വെക്കണം, നല്ല പെൺകുട്ടിയെ സെലക്ട് ചെയ്യണം. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു എന്താണ്? വഅല്ലമഹുൽ ഖുർആൻ. നമ്മുടെ പുന്നാര മക്കൾക്ക് നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. അതിനകത്തല്ലേ ബാപ്പയുടെ മഹത്വം പറയുന്നത്, അതിന്റെ ഉള്ളിലല്ലേ ഉമ്മയുടെ മഹത്വം പറയുന്നത്, അതിനകത്തല്ലേ അയൽവാസികളെ പറ്റി പറയുന്നത്, അതിന്റെ ഉള്ളിലല്ലേ
പ്രിയപ്പെട്ട ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ മക്കളെ പഠിപ്പിക്കല. പിന്നീട് അവിടെ നിന്ന് പറയുകയാണ്, ഒരു ബാപ്പയെ സംബന്ധിച്ചിടത്തോളം, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ നല്ലവരായിട്ട് വളർന്നു വരണോ, നല്ല മക്കളായിട്ട് മാറണോ. ആ മക്കളുടെ ഉദരത്തിലേക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കുമോ? ഉമ്മ മനസ്സിൽ കരുതുന്ന, വാപ്പ മനസ്സിൽ കരുതുന്ന മക്കളാകണോ ആ പ്രിയപ്പെട്ട മക്കൾ? എന്റെ ഉമ്മ, എന്റെ വാപ്പമാരെ, നമ്മുടെ മക്കള് നല്ല മക്കളായിട്ട് ഉമ്മാന്ന് വിളിക്കുന്ന, വാപ്പാന്ന് വിളിക്കുന്ന മക്കളായിട്ട് മാറണോ? ആ മക്കൾക്ക് നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കുന്നത് അത് ഹറാമിയത്തിന്റെ മുതലാകാൻ പാടില്ല, മറ്റുള്ളവനെ പിടിച്ചു പറിച്ചതാകാൻ പാടില്ല, അലമാരയുടെ അടിയിലൂടെ കൈയിട്ട് വലിച്ചതാകാൻ പാടില്ല. അത് 1 രൂപയാണെങ്കിൽ പോലും ഹറാമിയത്തിന്റെ മുതലാണ് മക്കളുടെ ഉദരത്തിൽ കൊടുത്തതെങ്കിൽ ആ മക്കൾ ഒരിക്കലും നന്നാവൂല. ഉമ്മയും ബാപ്പയും മക്കള് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ഖുർആനിന്റെ ആയത്ത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. പടച്ചവനെ, നിന്റെ ശരീരം, അതുപോലെ മക്കളുടെ ശരീരം, ഭാര്യയുടെ ശരീരം അല്ലാഹുവിന്റെ നരകത്തിലേക്ക് കടന്നു പോകാതെ സൂക്ഷിക്കുമോ എന്ന് പറഞ്ഞ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾ മാറ്റിവെക്കുമോ എന്നവിടെന്ന് പറയുമ്പോ എന്റെ വാപ്പമാര്, ഉമ്മമാര് പഠിക്കണേ. അല്ലാഹുവേ, അറിയാതെ കാണും എന്റെ മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ ഒരൽപ്പമെങ്കിലും കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. എന്തിനേറെ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥയറിയുമല്ലോ. അതുപോലെ തന്നെ സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരാരുമില്ലല്ലോ. റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണല്ലോ. സുബ്ഹ് നിസ്കാരത്തിന് റസൂലുള്ളാഹിന്റെ കൂടെ വരുന്നവരാണല്ലോ. റസൂലുള്ളാഹി ദുആ ചെയ്യുമ്പോൾ ഇരിക്കുന്നവരാണല്ലോ. റസൂലുള്ളാഹിയോട് സങ്കടം പറയുന്നവരാണല്ലോ. റസൂലുള്ളാഹിയോട് വേദന പറയുന്നവരാണല്ലോ. അങ്ങനെയുള്ള അബൂ ദുജാന റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ അവിടെ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുമ്പോ, അവിടെ ഇരുന്ന് ഖുർആൻ ഓതുമ്പോ, അവിടെ ഇരുന്ന് സ്വഹാബത്തിന് വഅദ പറഞ്ഞു കൊടുക്കുമ്പോ അബൂ ദുജാന എഴുന്നേറ്റ് ഓടുകയാണ്. ഇത് 1 വട്ടമല്ലല്ലോ, 2 വട്ടമല്ലല്ലോ, ഇത് പല പ്രാവശ്യം ഇങ്ങനെ ആവർത്തിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, ഇനിയെങ്കാണ് അബൂ ദുജാന നാളെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണെങ്കിൽ അബൂ ദുജാനയെ പൂട്ടിട്ട് പിടിക്കണേ സ്വഹാബാ. കേട്ടപാട് സ്വഹാബത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട അബൂ ദുജാന ഇറങ്ങിയിട്ട് ഓടാൻ പോവുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്ത് പൂട്ടിട്ട് പിടിക്കുകയാണ്. അബൂ ദുജാനയെ പൂട്ടിട്ട് പിടിക്കുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരുമ്പോ എന്റെ ശബ്ദം ശ്രവിക്കുന്ന വാപ്പമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അല്ല അബൂ ദുജാന, നിനക്ക് നിന്റെ റബ്ബിനോടൊന്നും ചോദിക്കാനില്ലേ അബൂ ദുജാന? നിന്റെ റബ്ബിനോടൊന്നും പറയാനില്ലേ അബൂ ദുജാന? ഉടൻ തന്നെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ, മിഴുനീരോഴുക്കിയേ മനമാകെ കുളിരേകി പുന്നാര കനിമക്കൾ കരഞ്ഞുറങ്ങിടും നീ മഹമൂദേ നബിയോരേ കനിവരുളേണേ തിരുനൂറോരേ മഹബൂബേ നബിയോരേ കൃപ നൽകണേ തിരുനൂറോരേ കൽബിന്റെ വേദന
മാറ്റാനോ കഴിയാതെ അറിവിൻ്റെ വേദന അറിയാതെ കരഞ്ഞീരേ. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിസ്കാരം കഴിഞ്ഞ പാടെ എഴുന്നേറ്റോടുന്നു എന്നറിയോ? എനിക്ക് സങ്കടങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് വേദനകളില്ലാഞ്ഞിട്ടല്ലല്ലോ, എനിക്ക് ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ, എന്തേ ഞാൻ ഇറങ്ങി ഓടുന്നു എന്നറിയോ? അല്ലാഹു എനിക്ക് തന്നുപോയ എന്റെ അരിമ മക്കളില്ലേ നബിയേ, അവര് വിശക്കുന്നവരാണ് നബിയേ. അവരവിടെ നിന്ന് തലേ ദിവസം പട്ടിണി കിടന്നിരുന്നവരാ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാ ഈ പാവപ്പെട്ട അബൂ ദുജാനയുടെ കയ്യില് ഒന്നുമില്ല നബിയേ. ഞാനൊരു പാവമല്ലേ നബിയേ, എന്തേ ഞാൻ പെട്ടെന്ന് ഓടുന്നു എന്നറിയോ? തലേ ദിവസം കിടന്നുറങ്ങിപ്പോയ മക്കള് വിഷന്നുകൊണ്ട് ഉമ്മാന്റെ തുണിക്കോന്തലയിൽ പിടിച്ചിട്ട്, ഉമ്മാ വിശക്കുന്നുമ്മ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പട്ടിണിക്ക് കിടന്നുറങ്ങിയ മക്കള് ഒരു വേള ഇതുപോലെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അപ്പുറത്തുള്ള യഹൂദിയായ മനുഷ്യന്റെ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു ഈന്തപ്പന മരം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു കിടപ്പുണ്ട് നബിയേ. അതിൽ നിന്ന് ഈന്തപ്പഴം എന്റെ വീടിന്റെ മുറ്റത്ത് വീഴും നബിയേ. യാ റസൂലല്ലാഹ്, അവിടുന്ന് രാത്രിയിൽ ഉറങ്ങിപ്പോയ എന്റെ പൊന്നുമക്കൾ ഇറങ്ങി വന്നിട്ട് അതങ്ങെടുത്തു കഴിച്ചു നബിയേ. അതന്യന്റെ മുതലല്ലേ നബിയേ, അത് ഹറാമിയത്തിന്റെ മുതലല്ലേ നബിയേ. നാളെ എന്റെ മക്കൾക്ക് സ്വർഗം കിട്ടൂലല്ലേ നബിയേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് നബി തങ്ങളോട് പറയാ, വിശന്നിട്ട് ആ കാരക്ക് എടുത്ത് കഴിച്ചു പോയ എന്റെ അരുമ മക്കളെ ഞാനങ്ങെടുത്തു നബിയേ. എന്റെ മടിത്തട്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് അവരുടെ വായുടെ ഉള്ളിലേക്ക് വിരലിട്ടു നബിയേ. അത് മുഴുവനും ഞാനങ്ങ് ഛർദിപ്പിച്ചു കളഞ്ഞു നബിയേ. എന്റെ പൊന്നുമക്കളുടെ ഉദരത്തില് ഹറാമിയത്തിന്റെ ഒരു മുതല് പോകാൻ പാടില്ലല്ലോ. എന്റെ മക്കളുടെ ഉദരത്തിൽ ഹറാമിയത്തിന്റെ ഒരു മുതല് പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളെ എന്റെ കയ്യിലെടുത്തു. റസൂലുള്ളാഹ്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഓടിയത്. അതുകൊണ്ട് നബിയെ, ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ ഇന്നലെ വിശന്ന് ഉറങ്ങിപ്പോയ എന്റെ പൊന്നുമക്കള് വീട്ടിന്റെ മുറ്റത്തിറങ്ങും നബിയെ. അവരിറങ്ങിയാൽ ആ മനുഷ്യന്റെ ഈന്തപ്പന മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന ഈന്തപ്പഴം അവിടെ നിന്ന് പറക്കി കഴിക്കും നബിയെ. അതുകൊണ്ട് ഞാൻ പോകട്ടെ നബിയെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു മഹാനുഭാവന സയ്യിദുന അബൂ ദുജാന. സയ്യിദുന അബൂ ദുജാന ആരുടെ മുമ്പിനാ പോയ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. സ്വലാത്ത് പറയല്ലേ വാപ്പമാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി. സ്നേഹാദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരുകിൽ എത്തി. തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റുപറഞ്ഞിന്ന് നബിയിൽ തേടി. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ, ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ. ഒരു ഭൂമി പാപിതൻ വെതയങ്ങു കേൾക്കില്ലേ. ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ. പാഹാനബിയേ കനവില് വരുമോ നിധിയേ, പാഹാനബിയെ കനവില് വരുമോ നിധിയെ. ആശ മനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ. സ്നേഹാദ്രമാമെന്റെ കൽബും പൊട്ടി വേദന ചൊന്നു ഞാൻ അരുകിൽ എത്തി. തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റുപറഞ്ഞിന്ന നബിയിൽ തേടി. ലോകത്ത്
ലോകത്തിന്റെ മുത്തു നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹമാണ്. എന്റെ കാരണം എന്നറിയോ? നിങ്ങളെല്ലാം ഇപ്പൊ സാധാരണ ഒരു നാട്ടിൽ വാള് വെച്ച 2 ദിവസം, നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പൊ ഒരു ദിവസം ഒരാൾക്ക് വാളുള്ളൂ. ഞാൻ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പൊ റബീഉൽ അവ്വലിന് കൊടുത്തതൊക്കെ എങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ്. ഇവിടെ 10 ദിവസവും ഇവിടെ ഇരിക്കണം നിങ്ങളാണ്. നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒറ്റ വിഷയം മതി, എല്ലാ സ്ഥലത്തും വാള് പറയാം. ഇവിടെ ആ വിഷയം തന്നെ 10 ദിവസം വാള് പറഞ്ഞാൽ ഞാനുണ്ടാവും, കുറച്ച് കസേര ഉണ്ടാവും, പിന്നെ നമ്മുടെ മാഷൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരും. ആമീൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആമീൻ അള്ളാഹു തആല അങ്ങോട്ട് നന്നാക്കി തരും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്വർഗം പേടിച്ചു കൊടുക്കണം. ഒരൊറ്റ ചരിത്രം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അത്രയൊക്കെ ഉള്ളൂ. അതായത് റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിങ്ങളുടെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുത്താൽ ആ മക്കൾ നല്ല മക്കളാകും. നിങ്ങൾ പോലും പറയാതെ ആ മക്കൾ നിസ്കരിക്കും. നിങ്ങൾ പോലും പറയാതെ ആ മക്കൾ അല്ലാഹുവിനെ പറ്റി ഓർക്കും ഇല്ലേ? അങ്ങനത്തെ മക്കളാകണം അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? വെള്ളിയാഴ്ചകളിലൊക്കെ ഞാൻ നോക്കുമ്പോ ഈ നമ്മുടെ സുൽത്താൻ ദ്വീപിന്റെ പള്ളി തന്നെ അല്ല, ജുമുഅത്ത് പള്ളിയില് വെള്ളിയാഴ്ചയിൽ ഞാൻ മനസ്സുകൊണ്ട് സത്യത്തിൽ ഞാൻ അന്തം വിട്ടുപോയി. പറയാനുള്ളത് പറയണല്ലോ. നമ്മൾ ഇവിടെ ഉള്ള ഇത്രയും ആളുകൾ ആ പള്ളി വന്ന സ്ഥലം ഉണ്ടാവൂല, അവിടെ സ്ഥലം വീണ്ടും ബാക്കിയല്ലേ? ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മളിൽ എത്ര ആളുകൾ പള്ളി പോകുന്നുണ്ട്, എത്ര ആളുകൾ പോകുന്നില്ല? അല്ല, സ്വാഭാവികം ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി. കാരണം ആകപ്പാട് ഒറ്റ പള്ളിയിലുള്ള ജുമുഅയ്ക്ക് ഇവിടെ, അതിന് വേറെ പള്ളിയല്ലോ ഉണ്ടാ ഇല്ല. പൊന്നാര വാപ്പമാരെ, നമ്മള് അലസത കാണിക്കരുത്. നമ്മൾ ജുമുഅയ്ക്ക് പോയില്ലേ നമ്മുടെ മക്കളും പോകില്ല. നമ്മൾ നിസ്കരിച്ചില്ലേ നമ്മുടെ മക്കളും നിസ്കരിക്കൂല. മക്കൾക്ക് സ്വർഗം മേടിച്ചു കൊടുക്കണം വാപ്പ. അല്ല, ഇത് വലിയ വിഷയമാണ്. ഈ മക്കളും മാതാപിതാക്കളും എന്നുള്ള വിഷയം വലിയ വിഷയമാണ് ഇല്ലേ? നാളെയാണ് ഇൻഷാ അല്ലാഹ് കണ്ണു നിറയുന്ന, എൻ്റെ ഉമ്മമാരുടെ കണ്ണു നിറയുന്ന ചരിത്രങ്ങൾ പറഞ്ഞ നാളെയാണ് ഇല്ലേ? എന്തിന് മക്കള് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കണം? നമുക്കറിയാം, പരിശുദ്ധമായ ഉഹദിന്റെ രണാങ്കണത്തിൽ അള്ളാന്റെ ഹബീബിനൊരു നേരിയ രീതിയിൽ അന്ന് ബഹുമാനപ്പെട്ടവർക്ക് ഒരു സങ്കടം ഉണ്ടായി. ചെറിയൊരു പരാജയം പോലെ സംഭവിച്ചു. അതെന്തുകൊണ്ടാ? ഒന്ന് പറ, എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? നബിതങ്ങൾ പറഞ്ഞ വാക്ക് എന്ത് ചെയ്തിട്ടില്ല? അവിടെ നിന്ന് ശത്രുക്കൾ വരും, ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടുമ്പോ നമ്മൾ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടരുത്. അതുകൊണ്ടാണ് അന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കേട്ടില്ല. ആ പറഞ്ഞത് കേൾക്കാതെ ആ പരിശുദ്ധമായ ഉഹദിന്റെ മലയിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും അവിടെ നിന്ന് മറ്റുള്ള ഗനീമത്ത് സ്വത്തുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോ അത് നിന്ന സഹാബിമാര് വിചാരിച്ചു എല്ലാം കഴിഞ്ഞു വന്ന് അവരാ പരിശുദ്ധമായ ഉഹദിന്റെ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോ ശത്രുക്കൾ ഒരു ഭാഗത്തുകൂടെ കടന്നു വന്നു. മദീനയുടെ മുത്തിന്റെ മുൻപല്ല് പോലും പൊട്ടിപ്പോയി. എന്തിനേറെ ഹബീബിന്റെ പ്രിയപ്പെട്ടവർ മഹാനായ ഹംസത്തുൽ ഖറാർ, മഹാനായ ഹംസത്തുൽ ഖറാർ തങ്ങളെ വലിച്ചു കീറിയില്ലേ? അമ്പിയ രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചാനേ, ഉഹദിൽ അമ്പരന്നോടിയ മക്കികൾ വിജയം വരിച്ചാനേ, ഖാതിം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ, സഹബര് കരഞ്ഞു കരളു കുതിർന്ന് കണ്ണീരാലേ, അമ്പിയ രാജാവിൻ തിരുമൊഴികൾ ലംഘിച്ചാനേ, ഉഹദിൽ അമ്പരന്നോടിയ മക്കികൾ വിജയം വരിച്ചാനേ, ഖാതിം നബിയുടെ കൽപ്പനക്കെതിരായി നീങ്ങിയതാലേ, സഹബര് കരഞ്ഞ് കരളു കുതിർന്ന് കണ്ണീരാലേ, കരളുയെടുത്തു കടിച്ചു പറിച്ച് തുപ്പിത്തള്ളി, കൂടലുമാലയെടുത്തു കഴുത്തിലണിഞ്ഞ് നൃത്തം തുള്ളി, കരളിയെടുത്തു കടിച്ചു പറിച്ചു തുപ്പിത്തള്ളി, കൂടലുമാലയെടുത്തു കഴുത്തിലണിഞ്ഞു നൃത്തം തുള്ളി, ഇക്കണി കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞല്ലോ, കൽപ്പന ധിക്കരിച്ചാലുള്ള നഷ്ടം ലോകം കണ്ടറിഞ്ഞല്ലോ, വേദന കൊണ്ട് പുളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി ആടി വേരുമുറിഞ്ഞൊരു വൃക്ഷം പോലെ മറിന്താനേ, വേദന കൊണ്ട് പുളഞ്ഞു മറിഞ്ഞ വേദജ്ഞാനി ആടി വേരുമുറിഞ്ഞൊരു വൃക്ഷം പോലെ മറിന്താനേ,
ഹിന്ദപ്പോൾ ഒരു കത്തിയെടുത്ത് നെഞ്ചിൽ കേറി ഇരുന്നു ഈറ്റപ്പുലിയുടെ നെഞ്ചും കുടലും കുത്തിക്കീറി. അങ്ങനെയുള്ള സംഭവം നടന്നുപോയ പരിശുദ്ധമായ ഉഹദിന്റെ രണാങ്കണത്തില് എല്ലാം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോ അതാ ഒരു പെണ്ണ് ഓടി വരുന്നുണ്ട്. ഇന്ന് കിൽത്താൻ ദ്വീപിന്റെ മണൽപ്പരപ്പിൽ കടന്നിരിക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, ഉമ്മു ഹാരിസ എന്ന് പറയുന്ന ആ പെണ്ണിന്റെ ആ ഒരു ചോദ്യം ഒന്ന് കേൾക്കുമോ പെങ്ങളെ? ഉമ്മു ഹാരിസ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഓടി വരുന്നുണ്ട്. യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് മുഴുവനും കടന്നു വന്നല്ലോ. ഇരിക്കുന്ന പ്രഭ പോലെ തിളങ്ങുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഹബീബായ നബിയേ. എല്ലാവരും കടന്നു വന്ന നബിയേ. യുദ്ധം കഴിഞ്ഞിട്ട് പലരും വീട്ടിലേക്ക് വന്ന നബിയേ. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ തിരിച്ചു വന്നില്ല നബിയേ. എന്തേ നബിയേ പൊന്നുമോനെ കടന്നു വരാത്തത്? പടച്ച റബ്ബേ, റസൂലുള്ളാഹിക്ക് വിടുന്നതാ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത സങ്കടമായി. നബി തങ്ങൾ തലകുനിച്ചിരിക്കുകയാണ്. നബി തങ്ങൾക്കറിയാ ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോ ലോകത്തോട് വിട പറഞ്ഞു പോയെന്നറിയാ. ഒരു ഉമ്മയതാ മകനെ ചോദിച്ചിട്ട് കടന്നു വരുമ്പോ ആ ഉമ്മയുടെ മുമ്പിൽ എങ്ങനാ പൊന്നുമകൻ മരിച്ചുവെന്ന് പറയുന്നത്? അവിടുന്ന് തലകുനിച്ചിരിക്കുമ്പോ ഉമ്മ അവിടുന്ന് പറയാ, ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അമ്പെയ്ത്തുകാരുടെ അമ്പ് കൊണ്ട് എന്റെ പൊന്നുമോൻ ഉഹദിന്റെ രണാങ്കണത്തില് പിടഞ്ഞു വീണ് ഷഹീദായില്ല നബിയേ. എന്റെ പൊന്നുമോ അവിടുന്ന് ഷഹീദായില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സങ്കടത്തിലാവുകയാണ്. അവിടുന്ന് അതാ ബഹുമാനപ്പെട്ട ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ അവിടുന്ന് ചോദിച്ചിട്ടില്ല, യാ റസൂലല്ലാഹ്, എന്റെ പുന്നാര മകൻ അവിടം അമ്പെയ്ത്തുകാരുടെ അമ്പ് കൊണ്ട് പിടഞ്ഞ് താഴേക്ക് വീഴുമ്പോ എന്റെ നബിയെ ഉമ്മ എന്നൊരു വട്ടം വിളിച്ചിട്ടുണ്ടോ? ഉമ്മ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉമ്മ എന്നൊരൊറ്റ വട്ടമെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നവിടന്ന് ചോദിച്ചിട്ടില്ല. പിന്നീട് അവിടന്ന് പറയുകയാ, ഉഹദിന്റെ രണാങ്കണത്തിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ കിടക്കുമ്പോ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോ നബിയേ എന്നും അവിടന്ന് ചോദിച്ചിട്ടില്ല. അവിടന്ന് പ്രിയപ്പെട്ട ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരേ ഒരൊറ്റ കാര്യം പറഞ്ഞാ മതി. അതേതാണ് കാര്യമെന്നറിയുമോ? എന്റെ പൊന്നുമകൻ അവിടന്ന് ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദാണ്. യാ റസൂലല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പുന്നാര മകൾ നാളെ സ്വർഗത്തിലാണോ ഒരു വാർത്ത അറിഞ്ഞാ മതി നബിയേ. എന്റെ പെങ്ങളെ, പുന്നാര മകൻ അവിടന്ന് വിട പറയുമ്പോ ഏതെങ്കിലും ഒരു ഉമ്മയുടെ ഒരു മകളോ ഒരു മകനോ വിട പറഞ്ഞു പോയാ സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുന്നവരാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ പൊന്നുമകൻ അവിടന്ന് ഷഹീദായ എന്നുള്ള വാർത്ത അറിയുമ്പോ ഉമ്മ ഓടി വരുന്ന എന്തിനെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോ നാളെ സ്വർഗത്തിലാണോ നബിയേ? എന്റെ പൊന്നുമോന് സ്വർഗത്തിലാണോ എന്നറിഞ്ഞാ മതിയല്ലോ. ഇതാണ് യഥാർത്ഥപരമായ ഒരുമ്മ. യഥാർത്ഥപരമായ ഒരുമ്മ എന്ന് പറയുന്നത് നാളെ മക്കള് സ്വർഗത്തിലേക്ക് പോകാതിരിക്കുന്നവരാണ്. അവർക്ക് നല്ല പേര് വെച്ച് കൊടുക്കുന്നവരാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവര് മൊത്തുകൊണ്ട് ഖുർആൻ ഓതുന്നവരാണ്. അവരൊത്തുകൊണ്ട് നിസ്കരിക്കുന്നവരാണ്. അവരൊരുമിച്ച് കൊണ്ട് ദീനിന്റെ മേഖലകളിലൂടെ കടന്നു വരുന്നവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, എന്റെ വാപ്പാ മക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ മുതൽ കൊടുക്കരുത്. പിടിച്ചു പറിച്ച മുതൽ കൊടുക്കരുത്. അന്യന്റെ മുതൽ കൊടുക്കരുത്. നമ്മൾ സ്വന്തം അധ്വാനിച്ച മുതൽ കൊടുക്കുമ്പോ അവിടെയാ നമ്മുടെ മക്കൾ രക്ഷപ്പെടുന്നത്. എന്തിനേറെ അല്ലാഹു നമുക്ക് തന്നുപോയ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റണോ? പടച്ച തമ്പുരാ നമുക്ക് തന്നുപോയ നമ്മുടെ അരുമ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റണോ? മഹാനായ ഉബൈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ ഉമ്മ
2 സൂറത്തുകൾ ദിവസവും പതിവാക്കിക്കോ. എന്റെ ഉമ്മമാരെ, ഈ പരിശുദ്ധമായ ദീനിന്റെ മജ്ലിസില് ആവേശത്തോടെ കടന്നിരിക്കുന്ന പെങ്ങള് 2 സൂറത്ത് ദിവസവും നിങ്ങൾ പാരായണം ചെയ്തോ. അതിൽപ്പെട്ട ഒന്നാമത്തെ സൂറത്ത് ഏതെന്നറിയോ? അത് സൂറത്തുൻ നസ്റാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ സൂറത്ത് ഓതിക്കോ. പടച്ചവന്റെ സഹായം വരാനാ, നിങ്ങളുടെ മക്കള് നന്നാകാനാ. ഉമ്മാന്ന് വിളിക്കുന്ന ഒരു വിളിയിലോ ആവേശത്തിന്റെ സ്നേഹത്തിന്റെ ഒരു കുളിർമഴ പെയ്ക്കാനാ. ബാപ്പയെന്ന് വിളിക്കുമ്പോ ആ ബാപ്പയോട് സ്നേഹത്തോടെ കടന്നു വരാനാ. രണ്ടാമത്തെ സൂറത്ത് ഏതെന്നറിയോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്താണ് അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് വരാനുള്ളത്. ഈ 2 സൂറത്തുകൾ മക്കൾക്ക് വേണ്ടിയിട്ട് പാരായണം ചെയ്ത, നല്ല നീയത്ത് ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന നിങ്ങൾ രക്ഷപ്പെട്ടുവല്ലോ. പടച്ചവനെ, അർഹമുറാഹിമായ റബ്ബേ, ഇത്രയും നേരം നിറഞ്ഞ മനസ്സോട് സന്തോഷത്തോടെ 1.25 മണിക്കൂറോളം എന്റെ പ്രഭാഷണം കേട്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മക്കളെയും നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ പറയ്. അല്ലാഹുവേ നന്നാക്കി കൊടുക്കണേ പടച്ചോനെ. പൊന്നാര വാപ്പമാരെ, എന്റെ ഉമ്മമാരെ, അതുകൊണ്ട് ഈ 2 സൂറത്ത് മാത്രം ഇന്ന് പഠിച്ചാൽ മതി. നാളെ ഉമ്മായും ബാപ്പായും ചൊല്ലാനുള്ളത് മക്കൾക്ക് വേണ്ടി ഖുർആൻ പറയും. നമ്മൾ അവിടെ എത്തിയിട്ടില്ല, നമ്മൾ എവിടെ എത്തിയിട്ടില്ല. ഉമ്മായും ബാപ്പായും അവിടെ നിന്ന് ഓതേണ്ടുന്നത്. ഇനി ചില ഉമ്മമാര് പറയും എന്ത് തെറ്റ് വന്നാലും, ചില ഉമ്മമാര് പറയുന്നത് വാപ്പാന്റെ കുഴപ്പാൻ. ഉമ്മമാര് ഏറ്റവും കൂടുതൽ പറയുന്നൊരു വേർഡുണ്ട്, ഇത് വാപ്പാന്റെ കുഴപ്പാണ് എന്ന് പറയുന്ന ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തില്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വിഷയം ഈ തെറ്റ് ഉമ്മയുടേതോ ബാപ്പയുടേതോ. റസാക്കെ ഇനി പോസ്റ്റർ അടിക്കുമ്പോൾ എന്താക്കാൻ നിൽക്കണ്ട, മറക്കാൻ നിൽക്കണ്ട. ഈ തെറ്റ് ഉമ്മയുടേതോ ബാപ്പയുടേതോ നാളെ നമുക്ക് മനസ്സിലാകും മക്കളെ വഴിയേറ്റിച്ച് ഉമ്മയാണോ ബാപ്പയാണോ. ഇനി അങ്ങനെ വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കാം. ഇന്നിപ്പോ 2 സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം തരട്ടെ. നാളെ നമ്മുടെ ഉറൂസിന്റെ പരിപാടി എത്ര മണിക്ക്? 9 മണിക്ക് രാവിലെ ഖത്തുണ്ടാ. പടച്ച റബ്ബിൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിലൂടെ അൽഹംദുലില്ലാ നാളെ അതിന്റെ പരിപാടികളൊക്കെ രാവിലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നിങ്ങളെ നീട്ടിപ്പരുത്തി പറയുന്നു.